ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വർ ഡെവലപ്ഡ് ഇൻ ആൻസർ വരുന്നത് 4 സ്റ്റേജസ്. ഇന്ന് നമുക്കുള്ള 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 4 ഘട്ടങ്ങളിലായിട്ടാണ്. ഫസ്റ്റ് റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾ 1844 1844. സെക്കൻഡ് വൺ ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ 1937. തേർഡ് ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ 1966 DJ ഗാർവേ കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നു കേട്ടോ, 1966. ഫോർത്ത് വൺ ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ 1995. ഈ 4 ഘട്ടങ്ങളിലാണ് ICA കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബ്ലൂ കളർ ഓഫ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിനോട്ട്. എന്താണ് കോപ്പറേറ്റീവ് ഫ്ലാഗിലെ ബ്ലൂ കളർ ഡിനോട്ട് ചെയ്യുന്നത് ജസ്റ്റിസ് ആണ്. മറ്റുള്ള കളേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വയലറ്റ് ഫെൽട്ട് നീഡ്, ഇൻഡിഗോ ഹാർമണി, ബ്ലൂ ജസ്റ്റിസ്, ഗ്രീൻ യൂത്ത്, യെല്ലോ ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ്, ഓറഞ്ച് കറേജ്, റെഡ് ഡൈനാമിക് ആൻഡ് ഫണ്ടമെൻ്റൽ ചേഞ്ച്. സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ റെഡ് ഹ്യൂമാനിറ്റി, ബ്ലൂ ഡെമോക്രസി, യെല്ലോ ഇക്വിറ്റി. കോപ്പറേറ്റീവ് ഫ്ലാഗ് ആരാ ഡിസൈൻ ചെയ്തത്? ICA ആണ് ഡിസൈൻ ചെയ്തത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് കോപ്പറേഷൻ. ആൻസർ വരുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡയറി ഫാം ഓഫ് യൂറോപ്പ് ഈസ് നോൺ ആസ് ഡെൻമാർക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബർത്ത് പ്ലേസ് ഓഫ് FW റിഫിസൺ. FW റിഫിസൺ എവിടെയാണ് ജനിച്ചത്? ജർമ്മനിയിൽ. ആൾ ജർമ്മനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള. ഫസ്റ്റ് രജിസ്ട്രാർ ആരായിരുന്നു? C. ഗോവിന്ദപിള്ളൈ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ അപ്പെക്സ് അതോറിറ്റി ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഉത്തരം വരുന്നത് NCCT ആണ്. NCCTയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. എന്നാണ് നിലയിൽ വന്നത്? 1/7/1976. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് NCCT വന്നത്? സ്വാമിനാഥൻ കമ്മിറ്റി. NCCT എസ്റ്റാബ്ലിഷ് ചെയ്തത് 5th 5-year പ്ലാനിലാണ്. NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത് 3rd 5-year പ്ലാനിലാണ്. NCCTയുടെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? DG കാർവേ ആയിരുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ദ കേരള പഞ്ചായത്ത് രാജ് ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ 1994. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. എന്നാൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 15/5/1969, 15 മെയ് 1969. ഓക്കെ. NPA സ്റ്റാൻഡ് ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ്. റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ ഇലക്ഷൻ ഓഫ് CCU. CCU എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസർ ആരായിരിക്കും? അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ദ താലൂക്ക്, AD ഓഫ് ദ താലൂക്ക്. ഓക്കെ. ദ പ്രൊവിഷൻ ഫോർ ലോസ് അസറ്റ് എപ്പോഴും എത്രയായിരിക്കും? 100% ആയിരിക്കും കേട്ടോ. പ്രൊവിഷൻ ഫോർ ലോസ് അസറ്റ് 100%. ആനുവൽ ഡിപ്രീസിയേഷൻ ഫോർ ടീക്ക് വുഡ് അലമാര ഈസ് -%, 5% ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ ബി ലോസ്. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു വർക്കിംഗ് ക്യാപിറ്റൽ. സാലറി ആൻഡ് അതർ പേയ്മെൻറ്റ് ടു സ്റ്റാഫ് എന്ത് അക്കൗണ്ടിലാണ് വരാ? ഏത് കോസ്റ്റാണ്? മാനേജ്മെൻറ്റ് കോസ്റ്റാണത്. സാലറി ആൻഡ് അതർ പേയ്മെൻറ്റ് ടു സ്റ്റാഫ് മാനേജ്മെൻറ്റ് കോസ്റ്റ്. കോർ ബാങ്കിങ് ഈസ് എ ഡാഷ് ബ്രാഞ്ച് കമ്പ്യൂട്ടറൈസേഷൻ മോഡൽ. എന്ത് ബ്രാഞ്ച് കമ്പ്യൂട്ടറൈസേഷൻ മോഡലാണ്? സെൻട്രലൈസ്ഡ് ബ്രാഞ്ച് കമ്പ്യൂട്ടറൈസേഷൻ മോഡൽ. ഓക്കെ. ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ കോർട്ട് ഓഫ് ലോ. ആരാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? കോർട്ടാണ്. ഹൗ മെനി ഡിജിറ്റ് ആർ ഇൻ IFSC കോഡ്? IFSC കോഡിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 11 ഡിജിറ്റ്സ് ആണുള്ളത്. എക്സസ് ഓഫ് സെയിൽസ് ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. എന്താണ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ? സെയിൽസ് മൈനസ് CGS അല്ലേ? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ. 21ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് DICGC എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ RBI? RBIയുടെ കീഴിൽ DICGC എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1978ലാണ്, 1978. DICGC ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ RBI ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡ്രോവർ ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓൾസോ ബി എ പേയി. എ ഡ്രോവർ ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓൾസോ ബി എ പേയി. അടുത്ത ക്വസ്റ്റ്യൻ, സബ് പ്രൈം ലെൻഡിങ് റേറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ക്രെഡിറ്റ് റിസ്ക്. സബ് പ്രൈം ലെൻഡിങ് റേറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ക്രെഡിറ്റ് റിസ്ക്. ദ വാലിഡിറ്റി പീരിയഡ് ഓഫ് എ ചെക്ക് ഈസ് ഫിക്സ്ഡ് ത്രൂ RBI ഗൈഡ്ലൈൻസ്. മൾട്ടി ഏജൻസി അപ്രോച്ച് സ്കീം വാസ് റെക്കമെൻഡഡ് ബൈ വിച്ച് കമ്മിറ്റി? റിവ്യൂ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് മൾട്ടി ഏജൻസി അപ്രോച്ച് സ്കീം റെക്കമെൻഡ് ചെയ്തത്. ആരായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ? B. വെങ്കട്ടപ്പയ്യ ആയിരുന്നു. Okay, thank you.